കേരള നിയമസഭയിലെ 60-ാം നമ്പർ മണ്ഡലമാണ് ആലത്തൂർ. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPM-ന്റെ ഉറച്ച കോട്ടയെന്നാണ് ആലത്തൂർ അറിയപ്പെടുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 2021 കണക്കുകൾ പ്രകാരം ആലത്തൂർ മണ്ഡലത്തിൽ 1,71,419 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഗ്രാമീണ മേഖലകളിലെ ശക്തമായ സ്വാധീനവും ട്രേഡ് യൂണിയൻ ശൃംഖലകളും മണ്ഡലത്തിലെ ഇടതുപക്ഷ ചായ്വിന് കരുത്തു പകരുന്നു. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളാണ് CPM-നെ ഇവിടെ ശക്തമാക്കുന്നത്. UDF ആണ് പ്രധാന എതിരാളി. അവർക്ക് മികച്ച വോട്ട് വിഹിതം ലഭിക്കാറുണ്ടെങ്കിലും ഇടതുപക്ഷത്തെ മറികടക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മണ്ഡലത്തിൽ NDA സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന മുന്നണികൾക്ക് പിന്നിൽ തന്നെയാണ് ഇപ്പോഴും BJP-യുടെ സ്ഥാനം. 2016-ൽ CPM-ലെ KD പ്രസേനൻ 71,206 വോട്ടുകൾ നേടി വിജയിച്ചു. UDF സ്ഥാനാർത്ഥി K കുശലകുമാറിന് 35,146 വോട്ടുകൾ ലഭിച്ചപ്പോൾ NDA സ്ഥാനാർത്ഥി MP ശ്രീകുമാർ 19,610 വോട്ടുകൾ നേടി തങ്ങളുടെ സാന്നിധ്യവും അറിയിച്ചു. 2021-ൽ LDF സ്ഥാനാർത്ഥി CPM-ലെ KD പ്രസേനൻ 74,653 വോട്ടുകൾ നേടി വിജയിച്ചു. പോൾ ചെയ്ത വോട്ടിന്റെ ഏകദേശം 55.15%. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ പാളയം പ്രദീപ് 40,535 വോട്ടുകൾ നേടി രണ്ടാമതെത്തി. BJP-യുടെ പ്രശാന്ത് ശിവൻ 18,349 വോട്ടുകളാണ് നേടിയത്. 34,118 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രസേനൻ വിജയിച്ചത്. ഈ വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനുള്ള ജനപ്രീതിയും CPM-ന്റെ സംഘടനാ കരുത്തും അടിവരയിടുന്നു. ഇടതുകോട്ടയായ ആലത്തൂർ നിയമസഭാ മണ്ഡലം ഇത്തവണയും ശക്തമായ ത്രികോണ പോരാട്ടത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. KD പ്രസേനു പകരം TM ശശിയെയാണ് CPM ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ പാർട്ടിയുടെ സംഘടനാ കരുത്തിലും വികസന പ്രവർത്തനങ്ങളിലും വിശ്വസിച്ചാണ് LDF വോട്ട് തേടുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ യുവ നേതാവ് KM ഫെബിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും കർഷകരുടെ പ്രശ്നങ്ങളും യുവ വോട്ടർമാരുടെ പിന്തുണയും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. BJP സ്ഥാനാർത്ഥിയായി KV പ്രസന്നകുമാറും ജനവിധി തേടാൻ സജീവമായി തന്നെ രംഗത്തുണ്ട്. കഴിഞ്ഞ തവണകളിലെ വോട്ട് വിഹിതം ഉയർത്താനും മണ്ഡലത്തിൽ നിർണായക ശക്തിയാകാനുമാണ് NDA ലക്ഷ്യമിടുന്നത്. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ ജനവിധി. വിധി എന്തെന്നറിയാൻ കാത്തിരിക്കാം മെയ് 4 വരെ.